ഹലോ ഗൈസ്. അപ്പം ഇന്ന് വിലായത് ബുദ്ധ കണ്ടുവന്നിരിക്കണേ ജയൻ നമ്പ്യാർ, സച്ചി സാറുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് എത്തിയ സിനിമയാണ് വിലായത് ബുദ്ധ. പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് വിലായത് ബുദ്ധ. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കിട്ടിലും ഫൈറ്റ്, കാടിൻ്റെ ഉള്ളിലുള്ള ഷോട്ട്സ് ഉണ്ട്, അതൊക്കെ ഗംഭീരമായിരുന്നു. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. ചില ഡയലോഗ്സും അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ആയിട്ടുള്ള ഡ്യൂറേഷൻ, ഭയങ്കര അധികം ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്തിരി പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ ഇതിൽ ലവ് ട്രാക്ക് പിടിച്ചേക്കുന്ന രീതി, പെർഫോമൻസ് കൊണ്ട് അവർ അടിപൊളിയാക്കിയെങ്കിലും കുറച്ചൊന്ന് ഓവറായി വിട്ട് തോന്നി, ഒരു ലിമിറ്റ് വിട്ട് കടന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പെർഫോം ചെയ്ത മിക്കൊരു അടിപൊളി ആയിട്ടുണ്ട്. ഇതിൽ ഒരു സീക്വൻസ് ഉണ്ട്, അതാണ് ഈ സിനിമനെ ഏറ്റവും ഡ്രൈ ആക്കി കളഞ്ഞത്. ബാക്കിയൊക്കെ നമുക്ക് കണ്ടിരിക്കാം, നമുക്ക് എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കാം. ഒരു സീക്വൻസ് ഉണ്ട്, ജീപ്പ് വെച്ച് ഫുള്ള് മല കയറുന്ന ഒരു സീക്വൻസ്. അയ്യോ, ചൈതന്യമല്ലേ, അങ്ങനത്തെ ഒരു മല കയറുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമയോടുള്ള ഗ്രിപ്പ് വിട്ടുപോയി. പിന്നീട് തിരിച്ചു പിടിക്കുന്നുണ്ടെങ്കിലും ആ സീക്വൻസോടെ കുറച്ചൊക്കെ ഗ്രിപ്പ് വിട്ടുപോയി. അപ്പോൾ എനിക്ക് ഈ സിനിമ എബോ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത്. ആവറേജ് തട്ടിലാണ് ഫീൽ ചെയ്തേക്കുന്നത്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് കലക്കിയിട്ടുണ്ട്, അതൊരു രക്ഷയുണ്ടായില്ല. സ്കോറിങ് ആയാലും എല്ലാം കലക്കിയിട്ടുണ്ട്.